ഹായ്, എൻ്റെ പേര് സ്വാതി. ഞാനിവിടെ TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ക്യാമ്പസ് അംബാസിഡർ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കേറ്റിന്റെ വെബിനാർ സെക്ഷൻസ് കോളേജിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ക്യാമ്പസ് അംബാസിഡർ ആയിട്ട് ജോയിൻ ചെയ്തത്. ഇവിടെ വരുവാണെങ്കിൽ ഞാനിപ്പം എടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ CCSE ആണ്. അപ്പം CCSE അതെന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയർ. ആ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഓട്ടോക്യാഡ് പഠിക്കുന്ന എന്ന് പറയുന്നതിനെക്കാട്ടിയും ഒരു ബഞ്ച് ഓഫ് ഒത്തിരി സോഫ്റ്റ്വെയർസ് ആയാലും സൈറ്റ് ഓറിയന്റഡ് ആയിട്ടും നമുക്ക് കൂടുതലും ഇൻഡെപ്ത് നമ്മുടെ സിലബസിന് പുറത്ത് നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ CCSE കോഴ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്റെ ഫസ്റ്റ് ഡേ ഇവിടെ സെറ്റിംഗ് ഔട്ട് ആയിരുന്നു. നമുക്ക് ഇന്ന് വരെ നമ്മുടെ ബിടെക് ലൈഫിൽ നമുക്ക് സെറ്റിംഗ് ഔട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു സാധനമാണ്. അപ്പം അവിടെ വന്ന് സെറ്റിംഗ് ഔട്ട് പഠിച്ചപ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് സെറ്റിംഗ് ഔട്ട് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വാസ്തുവിന്റെ ക്ലാസ് ആയാലും അതേപോലെ തന്നെ ഹൗ ടു ഡ്രോ, നമുക്ക് പ്ലാൻ വരയ്ക്കാൻ നമ്മൾ ബിടെക് ലൈഫിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്നോ രണ്ടോ വരച്ചാലായി, അങ്ങനെ ഒരു ഇതാണ് നമുക്ക് കോളേജ് ലൈഫിൽ കിട്ടുക. പക്ഷെ ഇവിടെ വന്ന് ഹൗ ടു ഡ്രോ പ്ലാൻ എന്നൊരു സെക്ഷനും അതും പിന്നെ അത് ഓട്ടോക്യാഡിൽ വരയ്ക്കാനായാലും ഇൻഡെപ്തിൽ ഓട്ടോക്യാഡ് പഠിക്കാനായാലും നമുക്ക് ഇവിടെ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ CCSE കോഴ്സ് എന്ന് പറഞ്ഞാൽ 6 months ഡ്യൂറേഷൻ വരുന്നൊരു കോഴ്സാണ്. എനിക്കിപ്പോൾ ഏതാണ്ട് ഒരു 4 months കംപ്ലീറ്റ് ആയി. അപ്പം അതിൽ റിവറ്റ്, സ്കെച്ചപ്പ്, പ്രൈമവർ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് എല്ലാം ഒരു ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം ഒരു സോഫ്റ്റ്വെയർ മാത്രമായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. അല്ല, നമുക്ക് ഇവിടെ QA QC അതേപോലെ തന്നെ QS എന്നുള്ള സെക്ഷൻസും വരുന്നുണ്ട്. അതെല്ലാം ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടിയതിനെക്കാട്ടി അപ്പുറത്തോട്ട് അതല്ല ഇൻഡെപ്ത് ബേസിക് നോളജ്, നമുക്ക് സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് നോളജ്. നമ്മൾ തിയറീസ് അല്ല പഠിക്കുന്നത്, നമ്മൾ എന്ത് പ്രാക്ടിക്കൽ ചെയ്യുന്നോ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം അതെല്ലാം എനിക്ക് QS ആയാലും QA QCയിലായാലും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇത് മാത്രമല്ല, നമുക്കൊരു കരിയർ, ഞാൻ പറഞ്ഞില്ലേ കരിയർ ഓറിയന്റഡ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മുടെ പ്ലേസ്മെന്റ്സിനും സപ്പോർട്ട് നൽകുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ലിങ്ക്ഡിൻ ഒരു ക്ലാസ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ വന്നിട്ടാണ് എന്റെ ലിങ്ക്ഡിൻ പോലും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ലിങ്ക്ഡിൻ എങ്ങനെ യൂസ് ചെയ്യണം, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം ആ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്ക് ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് HR അതേപോലെ തന്നെ ടെക്നിക്കൽ റൗണ്ട് ആയിട്ട് 2 രീതിയിലാണ് നടത്തുന്നത്. അത് രണ്ട് നല്ല പാനൽസ്, HR-ന്റെ ആയാലും ടെക്നിക്കലിന്റെ ആയാലും നല്ല പാനൽസ് ഇരുന്നിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ നടത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ്സ് ആയാലും ഈവൻ നമ്മുടെ സീനിയേഴ്സിനായാലും നമുക്ക് അറിയാൻ പറ്റും, ഇവിടുത്തെ സീനിയേഴ്സിനായാലും അറിയാൻ പറ്റും നല്ല രീതിയിലാണ് അവർക്ക് പ്ലേസ്മെന്റ്സ് കിട്ടുന്നത്. അതേപോലെ നല്ല കമ്പനിയിലും എബ്രോഡും നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. അപ്പം അതും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നോളജ് എന്ന് പറയുന്നത് വലുതാണ്. ഈവൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു, പ്രാക്ടിക്കലായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് കൂടുതലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് പഠിക്കാൻ പറ്റി, കൂടുതലും ഇൻഡസ്ട്രി ആയിട്ടൊരു ബോണ്ട് പറ്റി. സൈറ്റ് വിസിറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ട്രേഡ് വിസിറ്റ് അങ്ങനെയുള്ള എല്ലാ ഇതിലൂടെയും എനിക്ക് ഇൻഡസ്ട്രി ആയിട്ട് കൂടുതൽ ബോണ്ട് കിട്ടി. കൂടുതൽ മെറ്റീരിയൽസ്, സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഒത്തിരി മെറ്റീരിയൽസ് എല്ലാം പഠിക്കണം. അപ്പം അതെല്ലാം അറിയാൻ പറ്റി. സോ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ജൂനിയേഴ്സിനായാലും എല്ലാവർക്കും ഞാൻ ആർക്കായിട്ട് സജസ്റ്റ് ചെയ്യും. ആൻഡ് താങ്ക്സ് ഫോർ